അളിയാ ഈ പെണ്ണ് ഏതാടാ? വൈദ്യയുടെ മകളാ, ചെമ്പകപ്പൂ. പറിക്കാൻ പറ്റുന്നില്ലല്ലോ. പറിച്ചു നോക്കാം. അലവലാതി. അലവലത് തന്നെയാ. ഇനി ഏതെങ്കിലും പെൺകുട്ടികളെ ശല്യം ചെയ്ത ഭദ്രകാളിക്ക് ബലി കൊടുക്കുന്നില്ലേ? ചേച്ചി കടങ്കഥ പറയൂ ചേച്ചി. വെറുതെ ഇരിക്കടി, എപ്പോ നോക്കിയാലും കടങ്കഥ. ശരി ശരി ശരി, കടങ്കഥ പറയാം. പക്ഷേ ദാ അവിടെ ആ പടിയിലിരിക്കുന്ന ഒരാളില്ലേ, അയാളോട് ഞാൻ ചോദിക്കുന്ന കടങ്കഥ പറഞ്ഞ് ഉത്തരം എന്താന്ന് ചോദിച്ചിട്ട് വരണം. ഓക്കെ ആണോ? ശരി ചേച്ചി. ആ, വെളുത്ത റോഡില് കറുത്ത കാറ്, അതെന്താണ്? ചില ചില പോയി ചോദിച്ചിട്ടോ. ചേട്ടാ, വാനരപ്പടകൾ വന്നല്ലോ. എന്താ കാര്യം? ഞങ്ങളൊരു കടങ്കഥ പറയാം, അതിന് ഉത്തരം പറയോ? ഉത്തരം പറഞ്ഞ എന്ത് തരും? എന്താ വേണ്ടത് പറയേ. എന്നെ കല്യാണം കഴിക്കൂ? അയ്യേ, ചേട്ടനെ ആര് കല്യാണം കഴിക്കാനാ? ഞാൻ എഞ്ചിനീയറിനെ കല്യാണം കഴിക്കും. ഞാൻ ഡോക്ടറെ കല്യാണം കഴിക്കും. അടി. ശരി ശരി, കടങ്കഥ പറയേ. വെളുത്ത റോഡില് കറുത്ത കാറ്, അതെന്താണ്? വെളുത്ത റോഡില് കറുത്ത കാറ്. ഇങ്ങോട്ട് നോക്ക്. കണ്ണിന്റെ ഉള്ളിൽ വെളുത്ത റോഡുണ്ടോ? അതിൽ കറുത്ത കാർ ഓടുന്നുണ്ടോ? താലി കെട്ടിക്കളഞ്ഞാൻ ഓടിക്ക വേഗം. ഉത്തരം കിട്ടി. ചേച്ചി ചേച്ചി, ചേട്ടൻ ഉത്തരം പറഞ്ഞു. എന്താടി പറഞ്ഞേ? ചേച്ചി കണ്ണെന്നാ പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞേ? അത് മാത്രല്ല ചേച്ചി, ഉത്തരം പറഞ്ഞ കല്യാണം കഴിക്കുമെന്നും ചോദിച്ചു. അതിന് നിങ്ങളെന്താടി പറഞ്ഞേ? ഞങ്ങള് പറ്റില്ലെന്ന് പറഞ്ഞു ചേച്ചി. അങ്ങനെയാണോ? ഇല്ലെങ്കിൽ നിങ്ങളെ... ശരി ശരി, ഞാൻ ഇപ്പൊ ഒരു കടങ്കഥ പറയാം. അതിനുത്തരം അറിയില്ലെങ്കി താലി കിട്ടുമെന്ന് ചോദിക്കടി. ചേട്ടാ, എന്താ അടുത്ത കടങ്കഥയാ?
ചേട്ടാ ഞങ്ങളിനി അടുത്ത കടങ്കഥ ചോദിക്കാൻ പോവാ. അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ താലി കെട്ടണം. അങ്ങനെയാണോ? എങ്കി പറയ്. വെള്ള പശുവും കറുത്ത പശുവും കുളിക്കാൻ പോയി. കറുത്ത പശു വെള്ളത്തിൽ ഒലിച്ചുപോയി. വെള്ള പശു കരയിലേക്ക് തിരിച്ചു വന്നു. വെള്ളപ്പശുവും കറുത്ത പശുവും കുളിക്കാൻ പോയിന്ന. കറുത്ത പശു വെള്ളത്തിൽ ഒലിച്ചുപോയി. വെള്ളപ്പശു കരയ്ക്ക് വന്ന് താനും. വെള്ളപ്പശുവും കറുത്ത പശുവും വെള്ളപ്പശുവും കറുത്ത പശുവും വെള്ളപ്പശു. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ താലി കെട്ടണം. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായും താലി കെട്ടണം. ചേച്ചി വാ ചേച്ചി. ചേട്ടൻ എന്തായാലും താലി കെട്ടും. ഉറപ്പായിട്ടും താലി കെട്ടണം. ചേച്ചിയല്ലേ കടങ്കഥ പറഞ്ഞത്? എന്തായാലും താലി കെട്ടണം. പറ്റിക്കാൻ പാടില്ല. മര്യാദക്ക് നിക്ക്. ശരീരം എങ്ങനെയുണ്ട്? മര്യാദക്കാ നിന്നത്. ഇപ്പൊ എന്തോ പോലെ. എന്താ കൈ ഓങ്ങുന്നേ? ഓഹോ, കൂട്ടത്തല്ലാണോ? എന്റെ അമ്മോ. അടികൊള്ളു. അയ്യോ, നിർത്ത് ചേച്ചി. അതെ, നിങ്ങളൊക്കെ സ്ത്രീകളാണോ? ഒരു പാവം പുരുഷൻ ഇങ്ങനെ തല്ലുന്നത് ശരിയാണോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? വരൂ സാർ. ആക്ച്വലി എന്താ നടന്നത്? എന്ത് നടന്നോ? ഒന്നും നടന്നില്ല. അയ്യേ. അയ്യോ, അയ്യോ. എന്താ ചേച്ചി എന്റെ മുമ്പ് വെച്ച് സാറിന് കൈ നോക്കുന്നോ? അദ്ദേഹത്തിന്റെ ദേഹത്ത് കൈവച്ചാ ഞാനും നിങ്ങളും കൂടി ഇവിടെ കിടന്ന് ഉരുളേണ്ടി വരും. എന്ത്? ഒന്നുമില്ല സാർ പോണ സാർ. ഞാൻ രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ വരൂ. രണ്ടിലൊന്ന് നോക്കാനല്ലേ ഞങ്ങളും ഇവിടെ വന്ന്. ശരിയാണെന്നേ. ഇദ്ദേഹം ഇത് തന്നെയല്ലേ പറയുന്നത്? അതുപോട്ടെ, ഇതിൽ ആരാ രണ്ട് ആരാ ഒന്ന്? അവൻ രണ്ട്, ഞാൻ ഒന്ന്. നോക്കി ചേച്ചി, എന്ത് വ്യക്തമായിട്ടാ പറയുന്നത്? അദ്ദേഹം ആരാന്നറിയോ? സാർ, സാർ ഇങ്ങോട്ടൊന്ന് വന്നേ. നീ കൂടെ വാ. നിങ്ങൾ മാത്രം വന്നാ മതി. ചെല്ല് ചെല്ല്. നിങ്ങളെ പറ്റി ഞാനിവിടെ പറഞ്ഞാൽ ഈ സ്ഥലം തന്നെ നാറും. അല്ലെങ്കിൽ തന്നെ ആയ നിങ്ങളെ തിരക്കുന്നുണ്ട്, അറിയോ? ഈ 50 വെച്ചോ. ആയുടെ കാര്യം ആരും അറിയണ്ട. കുടിച്ചിട്ടേക്ക്. അറിയണ്ടല്ലോ. എന്നാ സ്ഥലം വിട്. ഈ റേഷൻ കട മാത്രമേ ഉള്ളോ? ചന്തയിലോട്ട് വാടാ. അയ്യോ, കാല്, കാല്, കാല്. അമ്മേ, ആ എന്തിനു മോനെ വിളിച്ചേ? അമ്മയാ വിറക് വന്നേ. ഏ? ഇനി മുതൽ ഞാനാണ് അമ്മയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അയ്യോ വേണ്ടടാ, തീയുടെ അടുത്ത് പോയാ മുഖം കറുത്തു പോകൂടാ. അപ്പൊ എനിക്ക് ജോലി കിട്ടുന്നവരെ ഞാനും അമ്മയുടെ കൂടെ പാടത്ത് ജോലിക്ക് വരാം. അയ്യോ അവിടെ വെയിലാടാ മോനെ. ഈ വെയിലും മഴയൊക്കെ അമ്മയ്ക്ക് താങ്ങാൻ പറ്റും, നിനക്ക് സഹിക്കാൻ പറ്റില്ല മോനെ. അമ്മ പറയുന്നത് കേക്ക്. എന്താ അമ്മ ഇത്? പാചകം ചെയ്യാന്ന് പറയുമ്പോ തീ പറ്റില്ല എന്ന് പറയുന്നു, പാടത്ത് വരാന്ന് പറഞ്ഞ വെയിൽ പറ്റില്ല എന്നും. അമ്മേ, അമ്മ എനിക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നേ? ഞാൻ അമ്മയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാം. പറ്റില്ലെന്നെങ്ങാനും പറഞ്ഞ മൺവെട്ടി എടുക്കും ഞാൻ. അയ്യോ എന്താടാ ഇത്? ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. എന്തു പറഞ്ഞാലും കേക്കില്ലെന്ന്. രാജാ, ആ? സൂക്ഷിച്ച് ചെയ്യണേ മോനെ, കൈയൊന്നും പൊളിച്ചേക്കരുത്. എനിക്കൊരു മകനുണ്ട്. വയസ്സാം കാലത്ത് വായ്ക്കരിയിടാൻ പോലും അവനെ കിട്ടില്ല. ലോകം ചുറ്റി അടിക്കാനും വീമ്പ് കാട്ടി നടക്കാനും അല്ലാതെ അവനൊന്നിനും കൊള്ളില്ല. പൊന്നമ്മ തന്റെ മോനെ പള്ളിക്കൂടത്തിൽ വിട്ട് പഠിപ്പിച്ചു. അവനാണെങ്കില് 5 വയസ്സില് ആ മണി അടിക്കുന്ന മണിയോ അടിച്ചുകൊണ്ട് ഓടിപ്പോയതാ. ഇപ്പോ തീവണ്ടിപ്പാളത്തിന്റെ ഇരുമ്പ് കട്ടിട്ട് ജയിലുമായി. എന്റെ വിധി നിങ്ങൾക്കറിയില്ലല്ലോ. ഒരേ മോനെന്നും പറഞ്ഞ് കൊഞ്ചിച്ചും ചാലിച്ചും വളർത്തിയതാ. അവനെ നാട്ടിലുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചും കൊടുത്തു. അവൻ വേറൊരുത്തന്റെ ഭാര്യ അടിച്ചുകൊണ്ട് ഓടിപ്പോയി. എന്തൊക്കെ ആയാലും രാസമ്മയുടെ മോനെ പോലെയാവോ? ഇത്രയൊക്കെ പഠിച്ചിട്ടും അവൻ ആ വീട്ടിലെ പാചകക്കാരൻ. രാജമ്മ പുണ്യം ചെയ്തവളാ. എന്താ മോളെ, ഭർത്താവിന് ഭക്ഷണം കൊണ്ടുവന്നാണോ? അമ്മാ, വാ മോനെ ഇരിക്കെ. ഭക്ഷണം റെഡി. ഇന്ന് എന്താ ഭക്ഷണം? അയലമീൻ കറി, ആഹാ. ചെമ്മീൻ റോസ്റ്റ്, നാരങ്ങ അച്ചാറ്, മോര്. തേങ്ങ വറുത്തരച്ച കറി. അതിലാണെങ്കിൽ ഉപ്പുമില്ല മുളകുമില്ല. പാചകം ചെയ്യുമ്പോ സ്നേഹിക്കണം, അല്ലാതെ പിന്നെ ഒരു എന്തിനാടാ അവളെ അടിക്കുന്നേ? അല്ലാതെ പിന്നെ വായിക്ക് രുചിയായിട്ട് വെക്കാൻ പറഞ്ഞ കേക്കൂല ചേച്ചി. എവിടെ കാര്യം. നിക്ക് നിക്ക്, അതിങ്ങതാ. കുറച്ചെരു കൂടി വേണം. അല്ല, എന്ത് കറിയത്? കാടക്കോഴിയാ, കാട. കാട്ടീന്ന് ഓടിച്ചിട്ട് പിടിച്ചു കൊടുത്തതാ. ഒരുപാട് ഇതിനെ പിടിക്കാൻ കഷ്ടപ്പെട്ടു. ഇതിനെ കാട്ടിലങ്ങനെ വിട്ടിരുന്നെങ്കിൽ അതങ്ങ് പോയേനെ. ഇവൾക്ക് പിടിച്ചു കൊടുത്തത് വെറുതെ ആയി. ചേച്ചി, ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, ചട്ടിയിൽ കാട ഇട്ടിട്ട് എണ്ണയിൽ വേവിച്ച് കുറച്ചിഞ്ചി, 2 വെളുത്തുള്ളി,
പിന്നെ കുറച്ച് ഏലം, കറി മസാല, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടെ അമ്മിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് അത് പിന്നെ എടുത്ത് ചട്ടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒരു കലക്ക് കലക്കിയ എങ്ങനെ ഉണ്ടാവുന്നറിയോ? പിന്നെ ചേട്ടൻ എപ്പ ചേച്ചിയുടെ പിന്നാലെ വന്നെന്ന് ചോദിച്ചാ മതി. ദാ ഈ കറി അങ്ങനെ വെച്ച് കഴിക്കേട്ടാ. ചേച്ചി പറയാതെ വയ്യ, കറി അടിപൊളിയാ. ദാ കലക്കിയിട്ടുണ്ട് കേട്ടോ. ചേച്ചി, ആ ഞാൻ പെണ്ണും പിള്ളേം കൊണ്ടേ ആ ഭക്ഷണയ്ക്കൊന്ന് പോവുക. മുതലാളിയോടൊന്ന് പറഞ്ഞേക്കണേ. ആളുകളുണ്ടോ അവിടെ? എന്താ പറ്റിയവന്?